എൻ്റെ പേര് വാണി. ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നും അറിവുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇതൊരു ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരിക എന്നുള്ളത്. അപ്പം അങ്ങനെ ചുമ്മാ അങ്ങനെ അങ്ങ് വന്നാൽ പോരാലോ. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ തുടങ്ങുമ്പം എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഞാൻ എങ്ങും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒരു കമൻസ് പോലും എങ്ങും ഇടാത്ത ആളാണ്. അതായത് ഒരു ഫേസ്ബുക്ക് വീഡിയോസിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോസിനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനോ ആവശ്യമായിട്ടോ അനാവശ്യമായിട്ടോ പോലും മെസ്സേജുകളോ അല്ലെങ്കിൽ കമൻസ് ഒന്നും ഇടാത്ത ഒരാളാണ്. എന്ത് വിമർശനങ്ങളായാൽ പോലും വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം ഇതെനിക്ക് വളരെ പുതിയൊരു കാര്യമാണ്. ഞാൻ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പുതിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ അതിൻ്റെതായ അറിവ് കുറവുകളുമുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് എന്താണ് ഈ വീഡിയോ എഡിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഇത് ആവശ്യമാണ്, എന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് വാണി. ഞാൻ കോട്ടയംകാരിയാണ്. എന്നും മനസ്സുകൊണ്ടും എപ്പോഴും കോട്ടയംകാരി തന്നെയാണ്. ഞാനിപ്പം താമസിക്കുന്ന US-ലാട്ടോ. US-ൽ ടെക്സസിൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇങ്ങോട്ട് വന്നത് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ്. അപ്പം ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങളായിട്ട്, ഞാൻ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു പുള്ളി. പഠിച്ചതും വളർന്നതും ഒക്കെ പെരുമ്പാവൂരാണ്. അവർ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് അവർ ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്തത്. ഇപ്പം അവിടെയാണ് ഫാമിലിയൊക്കെ ഉള്ളത്. അച്ഛനും അമ്മയും ഒക്കെ അവിടെയാണ് ട്രിവാൻഡ്രത്താണുള്ളത്. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 2 പേര് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മക്കളാണ്. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവൾ 7.5 വയസ്സായി. അവളുടെ പേര് വൈഗ. 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ സ്കൂൾ കേട്ടോ. ഇപ്പോൾ ആൾ സ്കൂളിൽ പോയിരിക്കുക. പിന്നെയുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വീട്ടിൽ. ഇവർ 2 പേരും ചിക്കു കുക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഞങ്ങളുടെ പെറ്റ്സാണ്, ഞങ്ങളുടെ ഡോഗ്സാണ്. അങ്ങനെ പറഞ്ഞാലും ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. അവർ പാർട്ട് ഓഫ് ഫാമിലി തന്നെയാണ്. അവർ ഞങ്ങൾ മക്കളെ പോലെ തന്നെയാണ് അവരെ വളർത്തുക. അപ്പം അവരെയൊക്കെ ഞങ്ങൾ ഇവൻച്വലി നിങ്ങൾ കാണും. കാരണം അവരെപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവർ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കാണാൻ പരിചയപ്പെടാം. ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഈ കുടുംബത്തിലുള്ളത് തൽക്കാലം. പക്ഷേ ഇനി പുതിയൊരാൾ വരാൻ പോവുകയാണ്. ഞങ്ങൾ എക്സ്പെക്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ 30th വീക്ക് പ്രഗ്നൻസി ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉടനെ അതായത് ഇനിയൊരു 2-2.5 മാസം കൂടെ ഉള്ളൂ ആൾ വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നവംബറിലാണ് ഡ്യൂ. അപ്പം അതും നിങ്ങളെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഇവിടെ ഞങ്ങളുടെ കുടുംബം. പിന്നെ പാരൻസ് ഒക്കെ നാട്ടിൽ തന്നെ. എനിക്ക് അമ്മ ഉണ്ട് നാട്ടിൽ. എനിക്ക് ചേച്ചിയാണുള്ളത്. എൻ്റെ സിബ്ലിങ് എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചി അയർലൻഡിൽ, അവർ ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. ഹസ്ബൻഡിനാണെങ്കിൽ ഏട്ടന് ഒരു ചേട്ടനാണുള്ളത്, പുള്ളി നാട്ടിൽ തന്നെ. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. അപ്പോൾ പ്രൊഫഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നേഴ്സാണ്. പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഒരു രജിസ്ട്രേഡ് നേഴ്സാണ്. പഠിച്ചതും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ടും ജോലി ചെയ്തത് പല സ്ഥലങ്ങളിലായിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഡിപ്ലോമ ചെയ്തത് ഹൈദരാബാദിൽ, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc ചെയ്തത് ബാംഗ്ലൂർ, വർക്ക് ചെയ്തത് കൽക്കട്ട, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷേ എന്നും എൻ്റെ ഫേവറേറ്റ് കോട്ടയമാട്ടോ, ഞങ്ങളുടെ നാട്ടിൻപുറം. ആ സ്ഥലമാണ് എനിക്ക് എന്നും ഫേവറേറ്റ്. ഞാൻ എന്നും ആ നാട്ടിൻപുറത്തുകാരി തന്നെയാണ്. മനസ്സുകൊണ്ട് എന്നും ആ നാട്ടിൻപുറത്തുകാരി തന്നെയാണ്. ഇപ്പോഴും നാട്ടിൻപുറവും നാട്ടിലെ കാഴ്ചകളും ഒക്കെ കൗതുകമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ഇന്നും എന്നും അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ ഇപ്പം ഞാൻ കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
ഫുൾ ടൈം എംപ്ലോയി അല്ല, ഫുൾ ടൈം ജോബ് വിട്ടിട്ട് താൽക്കാലികമായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അറിയാലോ. ഒന്ന് പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് ഈസി ആയിട്ട് പോകുന്നു. അപ്പം അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം ഇവിടെ നാട്ടിലത്തെ പോലെയൊന്നുമല്ല, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, എസ്പെഷ്യലി നേഴ്സുമാർക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് വന്നിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം പുള്ളി അങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബം എന്ന് പറയാം. ഏട്ടൻ്റെ പാരൻസ് 2 പേരും ഇപ്പം ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലില്ല ഇപ്പം, പക്ഷേ ഇവിടെ US വന്നിട്ടുണ്ട്. അവരെയും കൊണ്ട് ഏട്ടൻ നയാഗ്ര കാണിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഏട്ടൻ തനിയാണ് ഇത്തവണ പോയിരിക്കുന്നത്. എൻ്റെ പാരൻസ് വന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അവരെയായിട്ട് യാത്രയൊക്കെ പോയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവർ യാത്രയിലുമാണ്. അവൾ സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, എനിക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പ്രൊഫഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കമ്പ്യൂട്ടറിനെ കുറിച്ച് ഭയങ്കരമായ അറിവുള്ള ആളൊന്നുമല്ല. ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇവിടെ ഒരു നഴ്സായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റണോ ഒരു കമ്പ്യൂട്ടറിൽ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്കല്ലാതെ വീഡിയോ എഡിറ്റിംഗ് അറിയില്ല, വീഡിയോ എടുക്കുന്നത് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഉള്ള ആളൊന്നുമല്ല. പക്ഷെ ഇതൊരു ആഗ്രഹമാണ്. ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പഠിച്ച് വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ പോരായ്മകളും എല്ലാ തെറ്റുകുറ്റങ്ങളും എൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഞാനങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഇരുന്ന് വീഡിയോ കാണുന്ന ഒരാളല്ല. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അവരുടെ വീഡിയോസ് കാണാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ അവരൊക്കെ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയണം കേട്ടോ. ഇങ്ങനെയൊരു ചാനൽ തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അവർ തന്നെയാണ്. അപ്പം അതിൽ എൻ്റെ ഏജിലുള്ളവരെന്നല്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ മൂത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുടെയൊക്കെ വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട്. ജെനുവിനായിട്ട് സംസാരിക്കുന്ന, അതായത് വളരെ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പം അവരെ പോലെ ഒരാളാവാനാണ് എനിക്കും ആഗ്രഹം. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യും എന്നുള്ള ഒരു പ്രോമിസൊന്നുമല്ല ഞാൻ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ഷെയർ ചെയ്യുന്നോ അത് ഫിൽറ്റേർഡ് ആയിരിക്കില്ല. അത് ഞാൻ ജെനുവിനായിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം അതിന് പ്രത്യേകിച്ചൊരു ആൻസർ ഇല്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ എൻ്റെ വീഡിയോസായിട്ട് ഇടാൻ പോകുന്നത്. ഇവിടെ US ടെക്സസ് ഓസ്റ്റിനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇവിടെയും നിങ്ങൾക്ക് കൗതുകകരമായിട്ടുള്ള, ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മളിത് ഡെയിലി നടക്കുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ പുറത്ത് കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഇവിടെയുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നണമെന്നില്ല. അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ നാട്ടിലുള്ള കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇപ്പം അതൊക്കെ ഒരു കൗതുകമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അറിവുകളായിട്ടോ എനിക്കത് കൊടുക്കാൻ പറ്റിയാൽ അതെൻ്റെ ഒരു സന്തോഷമാണ്. ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രവാസി എന്ന നിലയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്, എന്താണോ ഹാപ്പനിങ് അത് കാണിക്കുക. ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പം അതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ചെയ്യാനുള്ള ഉദ്ദേശം അതാണ്. എൻ്റെ വീഡിയോസിൽ കൂടെ ഇനി ഞങ്ങളെ എല്ലാവരെയും ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ, ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെയുള്ളത്. അപ്പം നമുക്ക് വീണ്ടും പുതിയ വീഡിയോസിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക പുതിയ കാര്യങ്ങൾ പറയുമ്പം ഇങ്ങനെ ഓരോന്നായിട്ട് വരും. ഇത് എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണെന്ന്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പം എന്നെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ പറ്റും.
അത്രയേ ഉള്ളൂ. എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി ഇതിൽ കൂടുതലൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ.